ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ്. ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. നമുക്ക് ഫസ്റ്റായിട്ട് ഈ ട്രേയിൽ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബ്രെഡ് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ചെറുതാക്കി വെച്ച് കൊടുക്കാം കേട്ടോ, കവർ ചെയ്യുന്ന രീതിക്ക്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് പിസ്തയും ബദാമും അതുപോലെ തന്നെ കശുവണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ നട്ട്സ് വേണം അതൊക്കെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതന്നെ ആഡ് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒരു നട്ട്സ് വെച്ചാലും എനിക്കിഷ്ടമുള്ള പോലെ. ഓക്കെ, കുറേ ഇടുമ്പോൾ നമുക്ക് നല്ലോണം കടിക്കാൻ കിട്ടും. അപ്പം അതാണ് ഏറ്റവും ബെറ്റർ. കുറച്ചധികം ഇടാൻ നോക്കാം. പിന്നെ നമുക്കിപ്പം 2 കപ്പ് പാല്, അതിലേക്ക് ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പകുതി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ഇതിന് ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. പാല് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം ഇതിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ മധുരം കൂടുതലായിട്ട് വേണ്ടവരാണെങ്കിൽ, നല്ല മധുരം ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഒരു 1/4 കപ്പും കൂടെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയിട്ട് ഒന്ന് പഞ്ചസാരയൊക്കെ അലിയുന്നവരെ ഇളക്കിയിട്ട് ഒന്ന് തിളച്ച് വരുമ്പം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തതായി ഒന്ന് പാല്, അത് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചത് കുറച്ചൊന്ന് തണിയണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് 2 ഫ്രഷ് ക്രീം, 100 ഗ്രാമിൻ്റെ 2 ഫ്രഷ് ക്രീം, ഇതുപോലത്തെ ഫ്രഷ് ക്രീം എടുത്തിട്ട് നമുക്ക് ഒന്ന് മിൽക്ക് മെയ്ഡിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ 2 ഫ്രഷ് ക്രീമാണ് കേട്ടോ ഇതുപോലത്തെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് മിൽക്ക് മെയ്ഡ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. പിന്നെ അപ്പോഴത്തേക്ക് പാല് കുറച്ച് തണിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ബ്രെഡിലേക്ക് പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫ്രഷ് ക്രീമും പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു മിക്സിൽ അതും കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് നല്ല ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ. പിന്നെ അവസാന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ നട്ട്സ് വിതറുക. ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ തണുപ്പിച്ച് കഴിക്കുകയും ചെയ്യാം. രണ്ടും നല്ല രസമാണ്. പക്ഷെ ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത് തണുപ്പിച്ച് കഴിക്കാനാണ് പോകുന്നത്. തണുപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറിന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം കഴിക്കാൻ നല്ല രസമായിരിക്കും. നമ്മൾ നോർമലി രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഉച്ച ടൈമിൽ ചോറൊക്കെ കഴിഞ്ഞാലാണ് കഴിക്കൽ. അപ്പോൾ ഇതുപോലെ നട്ട്സും കൂടെ ഒന്ന് വിതറി കൊടുത്തതിനാൽ നമ്മുടെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.